ഹലോ വ്യൂവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പോഡ്പോണിക്സിൻ്റെ 2 ടൈപ്പ് എയർഡോപ്സ് ആണ്. ഒന്ന് ട്വിൻസ് S10ഉം മറ്റൊന്ന് S11ഉം ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ സെയിം ആണ്. ഇതിൻ്റെ വാറൻറ്റി പീരീഡ്, അതിലുള്ള ബ്ലൂടൂത്ത് വേർഷൻ, അതുപോലെ തന്നെ അതിൻ്റെ പ്ലേ ടൈം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. പക്ഷെ അതിൻ്റെ ഒരു ലുക്ക് വൈസ് രണ്ടും 2 രീതിയിലാണ്, രണ്ടും 2 ടൈപ്പാണെന്ന് മാത്രം. ഫസ്റ്റ് നമ്മൾ കാണുന്നത് S10ൻ്റെ എയർഡോപ്സ് ആണ്. അതിൻ്റെ ഒരു ബ്ലൂ കളറിലുള്ള എയർഡോപ്സ് ആണ് നമ്മളിപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു റേറ്റ് വരുന്നത് രണ്ടിൻ്റെയും S10ൻ്റെ ആണെങ്കിലും S11ൻ്റെ ആണെങ്കിലും റേറ്റ് വരുന്നത് ബിലോ 1500 ആണ് എന്നുള്ളതാണ്. അത് നമുക്കൊരു വർഷം അവർ വാറൻറ്റി തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് ENC പുറത്തുള്ള സൗണ്ട്സുകളൊന്നും നമ്മളുടെ ഈ കോൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് നോയ്സൊന്നും നമുക്ക് കിട്ടുന്നില്ലാത്ത രീതിയിലുള്ള ENC ടൈപ്പ് ഇയർഡോപ്സ് തന്നെയാണിത്. S11 ഇത് വേറൊരു ലുക്ക് വൈസ് വേറൊരു രീതിയിലുള്ളൊരു ഇയർഡോപ്സ് ആണ്. അപ്പോൾ നമുക്ക് ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭംഗി തോന്നുന്ന, അല്ലെങ്കിൽ കാണുമ്പോൾ ഒരു അട്രാക്റ്റീവായ ഒരു ഇയർഡോപ്സ് ആണിത്. അപ്പോൾ ഇതൊരു ഗ്ലാസി ഫിനിഷിംഗ് ആണ് ഈ ഇയർഡോപ്സിനുള്ളത്. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ഭംഗിയിൽ ലൈറ്റൊക്കെ ചെയ്തിട്ടാണ് ഇത് ഓപ്പൺ ആയി വരിക. ഇതിൻ്റെ ഒരു മാനുഫാക്ചറിങ് ഇയർ എന്ന് പറയുന്നത് 2024 ആണ്. അതായത് ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയിട്ടുള്ള റിപ്പോണിക്സിൻ്റെ എയർഡോപ്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റും ഈ പറഞ്ഞ പോലെ നമുക്ക് വലിയ റേറ്റുകളല്ല, ഒരു 1500 ബിലോ റേറ്റുകളാണ്. താല്പര്യമുള്ളവർ നമ്മുടെ ഷോപ്പായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഈ ഇത്തരത്തിലുള്ള എയർഡോപ്സുകളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആണ്.